ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ധാരാളം അൺബോക്സിങ് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നിരുന്നാലും വാങ്ങിച്ച ഒരു ബേസിസിൽ ഞാനും കൂടെ റിവ്യൂ ചെയ്യുകയാണ്. ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമായിരിക്കത്തില്ല, ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നമുക്കിതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ മൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബാറ്ററി യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ DSLR ക്യാമറയിലും മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണിത്. ഇതാണ് മൈക്ക് വെക്കാനുള്ള സ്റ്റാൻഡ്. ഈ കേബിളാണ് ഫോൺ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്യാമറ കണക്ട് ചെയ്യാൻ. എന്തിനാണ് 2 കേബിൾ കൊടുക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും. അതെന്തിനാണെന്നുള്ളത് ഞാൻ വൈകാതെ പറഞ്ഞുതരാം. ഇത് ക്യാരി ചെയ്യാനുള്ള ഒരു പൗച്ചും കൂടെ കമ്പനി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൈക്ക്. നമുക്കിതിനെ ഡെഡ് ക്യാറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. കുറച്ച് ടൈറ്റാണ്, ഈസിയായി ഊരി പോരത്തില്ല. ഇതാണ് നമ്മുടെ മൈക്ക്. അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല പ്രീമിയം ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 1600 രൂപയോളമാണ് ഇപ്പോൾ ആമസോണിൽ പ്രൈസ്. അത് ഓഫർ അനുസരിച്ച് കുറയാം കൂടാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിനി മൈക്ക് ഒന്ന് സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാം. വളരെ ഈസിയാണ്, അതൊരു ക്ലിപ്പ് മോഡലാണ്. DSLR ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലേറ്റും അതേസമയം ഫോണിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡിൽ അങ്ങനെയുള്ള ഏത് സർഫസിലും നമുക്ക് ക്യാമറ അനായാസം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിനി DSLR ക്യാമറയിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ക്യാമറയുടെ മുകളിൽ എക്സ്റ്റേണൽ ഫ്ലാഷ് വയ്ക്കാനുള്ള പ്ലേറ്റിലോട്ട് ഈസിയായി കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാ ഇതുപോലെ. ഡെഡ് ക്യാറ്റ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ 2 കേബിൾ തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ 2 പിന്നിൻ്റെയും അറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു L ഷേപ്പ് വരുന്നത് മൈക്കിൽ അറ്റാച്ച് ചെയ്യാനും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കേബിൾ വരുന്നത് ക്യാമറ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ കണക്ട് ചെയ്യാനുമായിട്ടാണ്. ഈ സ്പൈറൽ മോഡൽ കേബിളാണ് DSLR ക്യാമറകളിൽ യൂസ് ചെയ്യുന്നത്. ക്യാമറ പോലുള്ള ഡിവൈസുകളിൽ യൂസ് ചെയ്യാനാണ് ഈ 2 ബ്ലാക്ക് സ്ട്രൈപ്സ് ഉള്ള കേബിള്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നീ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് 3 സ്ട്രൈപ്സ് ഉള്ള കേബിൾ. എനിക്ക് ആകെ ഒരു ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട് തോന്നിയത്, ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ടിൽറ്റബിൾ സ്ക്രീൻ നമുക്ക് പ്രോപ്പറായിട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഈ പോർഷനിൽ നമുക്ക് തട്ടും. അതുകൊണ്ട് ഒരു പകുതി ഓപ്പൺ ചെയ്ത് തിരിച്ചിട്ട് വേണം നമ്മൾ മുമ്പിലോട്ട് ഫേസ് ചെയ്യാൻ. അതൊരു വലിയ ഡിഫക്റ്റായിട്ട് ഞാൻ പറഞ്ഞതല്ല. സ്വാഭാവികമായിട്ട് എല്ലാ DSLR ക്യാമറകളിലും ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളതാണ്. സൈഡിലായിരിക്കും ഇതിൻ്റെ ഓഡിയോ ജാക്ക്. നമുക്കിനി ഒരു ഇൻഡോർ ഓഡിയോ ടെസ്റ്റ് ആകാം. അടുത്തതായി നമുക്കൊരു എക്സ്റ്റേണൽ ഓഡിയോ ടെസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറയുടെ ഓൺബോർഡ് മൈക്കിലാണ്. അത്യാവശ്യം കാറ്റുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം എൻ്റെ സൗണ്ട് മൈക്ക് ക്യാപ്ചർ എടുക്കുന്നത് ഇപ്പോൾ മനസ്സിലാവും.
ക്യാമറയുടെ ഓൺ ബോർഡ് മൈക്കിലാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവും. ഇനി നമുക്ക് മൈക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡെഡ് കാറ്റ് കണക്ട് ചെയ്തിട്ടില്ല, അത് നമുക്ക് അടുത്ത ടെസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം കാറ്റുണ്ട്, എൻ്റെ വോയിസ് മൈക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ MM1 എന്ന മൈക്കിൻ്റെ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡെഡ് കാറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അടുത്ത ടെസ്റ്റിൽ ഞാനിത് വെച്ചും കൂടെ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ MM1 എന്ന മൈക്ക് ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഡെഡ് കാറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എൻ്റെ വോയിസ് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, ക്ലിയറായി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ MM1 എന്ന മൈക്ക് ക്യാമറയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡെഡ് കാറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എൻ്റെ സൗണ്ട് മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഈ മൈക്ക് സംബന്ധമായ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ